സാധാരണ ഫുട്ബോൾ കളിക്കാൻ മാത്രം കുട്ടികളുടെ കൂടെ കൂടുന്ന ഒരാള് ഇന്ന് കഞ്ഞിയും കറിയും വെച്ചും ഇല കൊണ്ട് പൈസ ഉണ്ടാക്കി ഷോപ്പിംഗ് ചെയ്തും ഒക്കെ കളിക്കാൻ ഇറങ്ങിയപ്പോ മുറ്റത്തെ മാവിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നതും കളിക്കാൻ ഇറങ്ങിയാൽ സന്ധ്യ ആയാലും വീട്ടിലെത്താത്തതും ഒക്കെ ഓർമ്മ വന്നു. വേനലവധി ആയാ പിന്നെ പറയണ്ട, രാവിലെ അങ്ങ് ഇറങ്ങും, പിന്നെ വൈകുന്നേരേ വീട് കാണുള്ളൂ. ഓല കൊണ്ട് വീടുണ്ടാക്കും, മണ്ണ് കൊണ്ട് ചോറും ഇല കൊണ്ട് കറിയും ഒക്കെ ഉണ്ടാക്കും. വീട്ടില് ഞാനും അനിയത്തി ഉണ്ടെങ്കിലും ഞാനിങ്ങനെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാൻ പോകും. പിന്നെ പറയണ്ടല്ലോ, വാലായിട്ട് അവളും പുറകെ വരും. ഞങ്ങള് കളിക്കുന്നതിന്റെ ഇടയിൽ കയറി ഓരോ കുസൃതികൾ ഒപ്പിക്കലും അനാവശ്യമായി കരഞ്ഞ് ബഹളം ഉണ്ടാക്കലും ഒക്കെ സ്ഥിരം. സഹി കെട്ട ആ കൂട്ടത്തിൽ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, എന്റെ ശ്രുതി ചേച്ചി നിങ്ങൾക്ക് ഇവളെ കൂട്ടാണ്ട് വന്നൂടേന്ന്. എനിക്കങ്ങ് ചോര തിളച്ചില്ലേ. അവളെ കൂട്ടാതെ ഞാൻ കളിക്കാനില്ല, അത്ര തന്നെ. ആലോചിക്കുമ്പോ നല്ല രസമുള്ള ഓർമ്മകളാണെങ്കിലും ആ ടൈമില് അവളെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൂടെ തന്നെ നടക്കുക എന്നത് എന്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പൊ മോന്റെ കളികൾ കാണുമ്പോൾ എനിക്കെന്തോ വേർഷൻ 2 പോലെയൊക്കെ തോന്നും. അന്നും ഇന്നും ഒരേ സമയം അമ്മ റോളും ചേച്ചി റോളും ഉണ്ട് എനിക്ക്. മോഡേൺ സ്റ്റൈലിലാണെങ്കിലും വീടൊക്കെ വെച്ച് അതിനകത്ത് അവന്റെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ച് കുട്ടിക്കാലം ആഘോഷിക്കുന്നുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് ഇതിങ്ങനെ തുറന്നു വെക്കുന്നതിന് കുറെ മുടക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അപ്പനെ സോപ്പിട്ട് ആള് കാര്യം നടത്തി. കാണുമ്പോ എനിക്കും തോന്നി, പാവം കളിക്കട്ടെ.